Hello friends, welcome back to a new video of the Strands of Happiness. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഫുഡ് പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കാണുന്ന പോലെ തന്നെ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് പുഡിംഗ് കേക്കാണ് നമ്മളവിടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഭവം എങ്ങനെയുണ്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് രുചിച്ച് നോക്കാം. ഓക്കെ, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്യാരറ്റ് പുഡിംഗ് കേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണിത്. ക്യാരറ്റ് കേക്ക് എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഈ പ്ലം കേക്ക്, പിന്നെ അതുപോലെ തന്നെ ക്രീം കേക്ക്, അതൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടി എനിക്ക് ഇതാണ് കുറച്ചും കൂടെ ഒരു താല്പര്യം. പണ്ട് തൊട്ടേ എനിക്ക് ഈ പറയുന്ന ചെറുപ്പകാലം തൊട്ടേ എനിക്ക് ഈ പറയുന്ന ക്യാരറ്റ് കേക്കിനോട് ഭയങ്കര എന്താ ഒരു ഇഷ്ടമാണത്. കഴിക്കാനായിട്ട് ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ പെട്ടി. അപ്പോൾ നമ്മളിതൊന്ന് അത് അമ്മ അവിടെ അഴിക്കുന്നുണ്ട്. ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് ഒരു കത്തി വേണമെന്ന് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പല്ല. അപ്പോൾ നോക്കട്ടെ, നമുക്കിതൊരു തന്നിരിക്കുന്നുണ്ടല്ലോ നമുക്കൊരു സഞ്ചി പോലെ നമുക്കിങ്ങനെ തൂക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ്. ഹോട്ട് ഓവൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സഞ്ചി പോലെ നമുക്ക് തൂക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഈ പാക്കിംഗ് ഒന്ന് ഞാനൊന്ന് അൺബോക്സ് ചെയ്യട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തി എടുത്തിട്ടുണ്ട്. കത്തി വെച്ച് പതുക്കെ ഇനി മേളുവശം ഒന്ന് പതുക്കെ ഒന്ന് കീറി നമ്മളൊന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ മേളുവശം നമ്മളെടുത്തു. ഇനി ഉള്ളിലെ സംഭവം നമ്മുടെ കേക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുക്കട്ടെ. അടിപൊളി. അപ്പോൾ നല്ല രീതിയിൽ ഇത് ശരിക്കും ആ പേര് പോലെ ഹോട്ട് ഓവൻ എന്ന് പറയണ പോലെ നമ്മുടെ മൈക്രോവേവ് ഓവൻ എന്ന് പുറത്തെടുക്കില്ലേ, അതേ രീതിയിലാട്ടോ സംഭവം ചെയ്തിരിക്കുന്നത്, പാക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനൊരു അലുമിനിയം ഫോയിലിൻ്റെ ഒരു കേസിങ്ങും താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ പാക്കിംഗ് അടിപൊളിയാട്ടോ, നല്ല പ്രോപ്പറായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കീറി എടുക്കട്ടെ. ഈ മേളുള്ള ഈ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ ക്യാരറ്റ് കേക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, എപ്പോഴും ഒരു സിറപ്പി ആയിട്ടിരിക്കും. ഓയിലി കളർ പോലെ ഇങ്ങനെ ഇരിക്കുക എൻ്റെ പൊക്കത്ത്. അതുപോലെ ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് ഈ പ്ലം കേക്ക് പോലെയല്ല. പ്ലം കേക്ക് കുറച്ച് ഡ്രൈ ആണ്. ഡ്രൈ ആണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ഡ്രൈ ആണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു ഡ്രൈ കേക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ക്യാരറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു സിറപ്പിയാണ്. സ്മൂത്ത് എന്നല്ല, സിറപ്പ് പോലെ വെച്ചാൽ ഇത്തിരി ഞെങ്ങുമ്പോഴൊക്കെ ഞെങ്ങി വരും. അതുപോലെ ഉള്ളേ മേളിൽ കൂടെയൊക്കെ നല്ല സിറപ്പി ആയിട്ട് ഭയങ്കര ഇതായിട്ട് ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ കഴിക്കുമ്പോഴും നല്ലൊരു എന്താ പറയുക, നമുക്ക് അതിൻ്റേതായൊരു സുഖം കിട്ടും. അപ്പോൾ മറ്റേത് കുറച്ച് ഡ്രൈ കേക്കാണ് ഈ പ്ലം കേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രീം കേക്ക് വേറെ കാറ്റഗറിയാണ്. അപ്പോൾ അതിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേക്ക് തന്നെ. പക്ഷേ അത് അധികം കഴിക്കാനും പറ്റില്ല, മട്ടിക്കും. ക്രീം കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധിക്കുള്ള കഴിച്ച് കഴിഞ്ഞാൽ മട്ടിച്ചു പോകും. പക്ഷേ പ്ലം കേക്ക് അധികം കഴിക്കാൻ പറ്റുന്നില്ലെന്നല്ല, മട്ടിക്കൊന്നുമില്ല, അതും കഴിക്കാം ഇഷ്ടംമാതിരി. പക്ഷേ ആ ഒരു ഡ്രൈനെസ് കൊണ്ട് എൻ്റെ പേഴ്സണൽ ഇതാണ് പറയണത്, അത്രയും ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു കേക്കാണ്. ഈ ക്യാരറ്റ് പുഡിംഗ് കേക്ക് എന്ന് പറയുന്ന ഈ കേക്കാണ് എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പോൾ ഇത് നമ്മുടെ സൈഡിലെല്ലാം നമ്മളത് ഇതൊക്കെ കീറി എടുത്തിട്ടുണ്ട്. ഈ അലുമിനിയം ഫോയിലിൻ്റെ ആ ഒരു കേസിങ് നമ്മളിങ്ങനെ മുറിച്ച് മാറ്റുവാണ്. ആ കേക്കിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഒരു പാത്രം പോലെ വെച്ചേക്കുവാട്ടെ. നമ്മുടെ ഈ മൈക്രോവേവ് ഓവനകത്തൊക്കെ വെക്കുന്ന ടൈപ്പ് ഒരു റെക്റ്റാങ്കിൾ ട്രേ ഇല്ലേ, ആ ട്രേയുടെ ഷേപ്പിലാട്ടോ അവരത് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് എത്ര പീസായിട്ട് നമ്മൾ മുറിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ചെറിയ ചെറിയ പീസുകളായിട്ട് സ്ക്വയർ ടൈപ്പിൽ നമ്മൾ എടുക്കേണ്ടി വരും. നമ്മളിതിന് മുമ്പുള്ള കേക്ക് കട്ടിങ്ങൊക്കെ ട്രയാങ്കിൾ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെങ്കിൽ, നമ്മൾ ഈ തവണ ഇപ്പോൾ അങ്ങനെയല്ല, ചെറിയ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് നമ്മളതിന് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം. അങ്ങനെ ഓരോരോ കഷ്ണങ്ങളായിട്ട് നമുക്കിനി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് കേക്ക്. ക്യാരറ്റും അല്ല, അതിൻ്റെ കൂടെ ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് പുഡിംഗ് കേക്കാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. കുഴപ്പമില്ല, കുറച്ച് കിട്ടുമായിരിക്കും. 10-30 കഷ്ണം കിട്ടുമായിരിക്കും കേട്ടോ, അത് കട്ട് ചെയ്ത് വരുമ്പോൾ, ഇതെല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. ആ കത്തി അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ ആ ഒരു ഇത് കണ്ടില്ലേ, ആ ഒരു സ്ക്യൂസ് ചെയ്തങ്ങ് ഇറങ്ങണ കണ്ടില്ലേ. അപ്പോൾ അതിനകത്ത് ആ ജ്യൂസി ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ ഇപ്പോൾ ഏകദേശം കഴിയാറാകുന്നു. അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള ഓരോ കേക്ക് പീസുകളാക്കി നമ്മൾ ഏകദേശം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് അമ്മ വെറുതെ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്, ഞാനും നോക്കട്ടെ. എണ്ണ പോവാം. കാര്യമൊന്നുമില്ല, ഇതിപ്പോൾ തന്നെ പടപടയെന്ന് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റിയാൽ അപ്പം തന്നെ എടുത്ത് കഴിക്കാനും തുടങ്ങും.
ഓക്കെ, 2-3 ദിവസത്തിനുള്ള പരിപാടി തീരും. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇത് ഇത്ര എണ്ണി. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇനി ബാക്കി ഇനി പാത്രങ്ങളിലേക്ക് മാറ്റേണ്ട പരിപാടികളാണ്. ഇനി എണ്ണി 1 2 3 1 2 3 4 5 6 7 8 1 2 3 4. അപ്പോൾ 8 4 32 പീസ് ഉണ്ടാവും. ഓക്കെ, 32 പീസുണ്ട്. ഇനിയിപ്പോൾ ഓരോ പീസുകൾ ഇങ്ങനെ എടുക്കട്ടെ. ഇനി ഇതേവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിലേക്ക് പതുക്കെ പതുക്കെ ഓരോ കഷ്ണങ്ങളായിട്ട് മാറ്റാം. അങ്ങനെ 32 പീസുകളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്ത 32 പീസുകൾ നമ്മൾ നമ്മുടെ പഴയ പാത്രത്തിലേക്ക് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് ആ ഒരു ഗ്ലേസിങ് ഉണ്ടല്ലേ കേക്കിൻ്റെ മുകളിലുള്ള ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റിൻ്റെ വ്യത്യാസം വരുമ്പോൾ തന്നെ ആ ഒരു ഓയിലി അത് തന്നെയാണ് എനിക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നുന്നത് ഈ കേക്കിലേക്ക്. അത് കഴിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു സുഖം വേറെയാണ്, ഒന്ന് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണത്. നല്ലൊരു ജ്യൂസി കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കേക്ക് കഴിക്കാൻ തന്നെ. അങ്ങനെ നമ്മൾ ഓരോ കേക്കുകൾ ഉടഞ്ഞു പോകാതെ സൂക്ഷിച്ച ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ വീണ്ടും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അങ്ങനെ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ പരിപാടികൾ, ക്യാരറ്റ് പുഡിങ് കേക്കിൻ്റെ അൺബോക്സിങ്ങും കട്ടിങ്ങും, അൺബോക്സിങ് എന്ന് പറയുന്നത് മറ്റേ റിവ്യൂ ഒന്നുമല്ലല്ലോ ഇത്, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വീട്ടിൽ മേടിച്ചപ്പോൾ നിങ്ങളൊന്ന് കാണിക്കുകയാണത്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നമ്മൾ സമാപിച്ചിരിക്കുന്നു. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്ന രംഗങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് മേടിച്ചപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്കിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾ ബാക്കിയുള്ളത് എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ കേക്കിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ അഗെയിൻ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ താങ്ക് യു ഗൈസ്. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം സ്റ്റാൻഡ്സ് ഓഫ് ഹാപ്പിനെസ്. താങ്ക് യു.